ഈശ്വര ദൈവാനുഗ്രഹം. അല്ലെങ്കിൽ ഒരു മുള്ള പോലും കൊള്ളാതെ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? ഈശ്വരനപ്പൊ വന്നത് ചാർലിയുടെ രൂപത്തിലാ. അതെന്താ ഈ ചാർലിയുടെ പേര് പറഞ്ഞപ്പോ ഒരു ബാർലി ബിസ്ക്കറ്റ് തിന്ന പോലൊരു പശിമ? എനിക്കറിയില്ല, ചന്ദ്രലേക്ക് അങ്ങനെ തോന്നിയോ? അയ്യടാ, അതെന്റെ നാവിന്ന് കേൾക്കാൻ ഒരു സുഖം ഉണ്ടല്ലേ മോളെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട്. ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ച വിവരം പറഞ്ഞ സീതാദേവിയെ പോലെ കാത്തിരുന്ന കണവൻ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള ഒരു ആനന്ദ കുളിർ പോയിക. എങ്ങനെ അയ്യടി, അതറിയണമെങ്കിലേ ഞങ്ങളുടെ അനന്തപുരം അർദ്ധനാരീശ്വര തിയേറ്റേഴ്സിന്റെ ശ്രീരാമ പട്ടാഭിഷേകം ഡ്രാമാസ്കോപ്പ് വാനിഷിംഗ് ബാലെ ഒന്ന് കാണണം. കാണോ? ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ വാരി വാരി വെതറുകയുള്ളൂ. പാടുന്നതും പറയുന്നതും ഞങ്ങളല്ല, പിന്നണിക്കാരാ. ഈ കാണിച്ച രംഗമേ ശ്രീരാമന്റെ വില്ലൊടിഞ്ഞ ഒച്ച കേട്ട് സീതാദേവി ആനന്ദിച്ച രംഗമാ. അപ്പോ ധീരന്മാരെ കണ്ട ഏത് പെൺകുട്ടിക്കും അയാളോട് ഇഷ്ടം തോന്നണം. തോന്നിക്കഴിഞ്ഞു. ഹലോ വാസു, കേട്ടോ? വാ വാസന്തി. അല്ല, നമ്മുടെ കാര്യം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണോ? ഇപ്പൊ തന്നെ ലേശം നീണ്ടിട്ടുണ്ടോന്നൊരു സംശയം. അതല്ല, അതൊക്കെ അച്ചോട്ടൻ തന്നെ തീരുമാനിച്ചാ മതി. അതെ, ഞാൻ ഇപ്പോഴും റെഡിയാ. കൈ 4 കാശില്ലാതെ എങ്ങനെയാന്ന് കരുതിയ അതിനൊരു വഴി കണ്ടുപിടിക്കണം. നാൻസി മോളോട് ചോദിച്ചാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആകെ ചമ്മും. എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി നാൻസി മോളുടെ ഒരു ചെറിയ വീടും പറമ്പ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒതുക്കത്തെ പറഞ്ഞ് അതിങ്ങ് എഴുതി വാങ്ങിച്ച മരിക്കും വരെ നമുക്ക് കിടക്കാൻ ഒരു കൂരയായി. അച്ചോട്ടൻ വിചാരിച്ച നടക്കും. നോക്കട്ടെ, ചോദിക്കാൻ എനിക്കും ഒരവകാശം ഉണ്ടല്ലോ. കൊല്ലം എത്രയായി വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്? പറയൂ, ചാർലിയെ കുറിച്ച് എനിക്കെല്ലാം അറിയണം. അങ്ങനെ ഒരുപാടൊന്നും എന്നെ കുറിച്ച് പറയാനില്ല. തികച്ചും അനാഥനായി വളർന്നു വന്ന ഒരുവന് അവനെക്കുറിച്ച് എന്താ പറയാനുണ്ടാവുക? കിട്ടാത്ത സ്നേഹത്തിൻ്റെയും നിഷേധിക്കപ്പെട്ട അവകാശങ്ങളുടെയും തഴയപ്പെട്ട നിമിഷങ്ങളുടെയും ഒരു ശോകകഥ. ദാറ്റ്സ് ഓൾ. അപ്പോ അനാഥത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യരല്ലേ? നാൻസിയുടെ മമ്മിയും ഡാഡിയും ആക്സിഡന്റിൽ മരിച്ചു പോയതല്ലേ? ഇപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളെങ്കിലും മനസ്സിലുണ്ടല്ലോ. ഞാൻ എൻ്റെ ഡാഡിയും മമ്മിയും കണ്ടിട്ടേ ഇല്ല. ചാർലി, സോറി, ഞാൻ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ നാൻസി ബോറടിപ്പിച്ചല്ലേ? അപ്പോ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴൊക്കെ ഈ മനസ്സ് നിറയെ തേങ്ങലായിരുന്നു അല്ലേ? ആയിരുന്നു, നാൻസിയെ പരിചയപ്പെടുന്നത് വരെ. പക്ഷെ ഇപ്പോ ഞാൻ ഹാപ്പിയാ. ആഗ്രഹിച്ചതെല്ലാം വരമായി കിട്ടിയവരെ പോലെ. സത്യം? 100% സത്യം. അപ്പോ അച്ഛമ്മ എന്താ പറഞ്ഞേ? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടും പറമ്പും. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന്റെ പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണല്ലേ? അയ്യോ കുഞ്ഞെ, ഞാനൊരു അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല, കഷ്ടപ്പാട് കൊണ്ട് പറഞ്ഞു പോയതാ. ഇപ്പൊ എനിക്ക് ചെറിയൊരു സംശയം. എന്താ കുഞ്ഞെ? സുഖമില്ലെന്നും പറഞ്ഞ് മാറിയിട്ട് കാറിന്റെ ബ്രേക്ക് അയച്ചു വെച്ചത് നിങ്ങളല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, അത് ഞാനല്ല. പിന്നെ ആരാ? അയ്യോ, അതെനിക്കറിയില്ല. എല്ലാം ഞാൻ തെളിവോടെ പിടിക്കുന്നുണ്ട്. തൽക്കാലം അച്ഛമ്മ എസ്റ്റേറ്റിൽ എന്തെങ്കിലും പണി ചെയ്താൽ മതി. കുഞ്ഞെ, വിനാശകാലേ വിപരീത ബുദ്ധി, കേട്ടോടി. ആ, എന്റെ പൊന്നെ, പട്ടുവത്തെ നിർത്ത് തേക്കണല്ലോട്ടിട്ട പോലെ ആയി പോയല്ലോ എന്റെ ജീവിതം. അച്ചുവേട്ടനാ അങ്ങനെ ചെയ്തെന്ന് നാൻസി പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ അച്ചുവേട്ടാ? എങ്ങനെ? കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ചത്. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ മനസ്സാ വാച കമ്പറണ അറിയാത്ത കാര്യമാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ അച്ചുവേട്ടാ, എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ കളിക്കുന്നതെന്നൊക്കെ എനിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആരാന്നൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും താമസിയാതെ അവന്മാരെല്ലാം കുരുങ്ങും. ചാർലി, നീ നാൻസി കുഞ്ഞിനോട് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിപ്പിക്കണം. ഒന്നുമില്ലേ, നിനക്ക് ഇവിടെ ജോലി വാങ്ങിച്ചു ഞാനല്ലേ? ജോലി വാങ്ങിച്ചെന്ന കഥയൊന്നും ഇപ്പോൾ വിളമ്പണ്ട. അതെന്റെ സ്മാർട്ട്നെസ്സും പെർഫോമൻസും ഒക്കെ നാൻസിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അത് വിട. എന്നാലും നിനക്കൊരു കടമയില്ലേ? എന്തോ എന്നോടൊരു കടപ്പാടില്ലേ? കടപ്പാടിന്റെ കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ. അച്ചുട്ടൻ തൽക്കാലം ഇവിടുന്ന് പോ. ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കണ്ടാൽ എന്റെ ജോലി കൂടി ചിലപ്പോൾ വെള്ളത്തിൽ. അതിനെന്താ? അച്ചുട്ടൻ ധൈര്യമായിട്ട് പോ, നമുക്ക് ശരിയാക്കാം. ചെല്ല്. ആ
എന്താ വിശ്വനാഥ? മാഡത്തിനെ ഒന്ന് കണ്ട് സൈൻ വാങ്ങണം. അതിനെന്താ ഞാൻ ചെയ്യാലോ? സോറി സാർ, ഇനി മുതൽ മാഡം തന്നെ സൈൻ ചെയ്യണം. മോളെ, ആ ഫയലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തേ. മാഡം എസ്റ്റേറ്റിലേക്ക് ഒരു ദിവസം വരണം. തൊഴിലാളികളെല്ലാം മാഡത്തെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും. താങ്ക് യു മാഡം. ദാ. എന്നാ പിന്നെ മോളെ, ഫയലിലും മറ്റും ഒപ്പിടുമ്പോൾ ശരിക്കും ചെക്ക് ചെയ്തിട്ട് വേണം. എല്ലാം കള്ളന്മാരാ. ഞാൻ ചെക്ക് ചെയ്തു അങ്കിൾ. നാൻസി, ആ? അങ്കിളിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അങ്കിൾ? മോൾക്കറിയാലോ, നിന്റെ ഡാഡിയും മമ്മിയും മരിച്ചതിന് ശേഷം നിന്നെയും നിന്റെ സ്വത്തുക്കളെയും സൂക്ഷിക്കാനും രക്ഷിക്കാനും വിവാഹം വരെ വേണ്ടെന്ന് വെച്ചവനാ നിന്റെ ഈ അങ്കിൾ. അതല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അറിയാലോ, ഞാൻ നിന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നു. അങ്കിൾ കാര്യം ഇനിയും പറഞ്ഞില്ല. പറയാം. ആ ചാർലി, അവൻ ആളത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അവന്റെ മട്ടും ഭാവം കണ്ടിട്ട് ശരിക്കൊരു ഫ്രാബിലായി. യു ആർ മിസ്റ്റേക്കൻ. അങ്കിൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ചാർലി. മോളെ, അങ്കിൾ പറയുന്നത് ഈ സോറി അങ്കിൾ, ഇതൊഴിച്ച് മറ്റെന്ത് പറഞ്ഞാലും ഞാൻ ആലോചിക്കാം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്താങ്കിൽ വിട്ട മിസൈൽ സ്വന്തം തലയിൽ തന്നെ തിരിച്ചു വീണല്ലേ? വേലക്കാരൻ വേലക്കാരന്റെ നിലയിൽ നിന്നാ മതി, തലേക്കാരൻ. തലയിൽ കയറാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും അവനവന്റെ കാര്യം നേടാം. അല്ലെങ്കിൽ കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനാകും, കുടുംബക്കാരനായി നിന്നവൻ പിച്ചക്കാരനുമായി മാറും. ആര് പിച്ചക്കാരനാകും, ആര് കുടുംബക്കാരനാകുമെന്ന് നമുക്ക് കാണാം. സോറി അങ്കിൾ, അത് കാണാൻ താങ്കൾ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടായെന്ന് വരില്ല. ആപ്പിൾ കഴിക്ക്. പ്രാവേ, അനിയത്തി പ്രാവേ, ഇത് ഞാനാണ് എന്റെ സഹോദരൻ ഭീമൻ. ഇറങ്ങി വരൂ അനിയത്തി പ്രാവേ, ഇറങ്ങി വരൂ. അനിയത്തി പ്രാവേ. എന്താ ഹനുമാൻ ചേട്ടാ, മൈക്ക് വെച്ചൊരു അനൗൺസ്മെന്റ്. ഹനുമാൻ അല്ല വാനര, ഭീമൻ. രണ്ടായാലും ഏതാണ്ട് ഒന്നാണല്ലോ. എന്തായാലും ഈ ശരീരത്തിന് പറ്റിയ പേര് ആരിട്ട് ഇത്ര കൃത്യമായിട്ട് ഈ പേര് ഇട്ട ആളൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? അല്ല, ആ വലിയ മനുഷ്യനെ കണ്ടൊന്ന് വന്നിക്കാനാ. പോയോ മിസ്റ്റർ ബാർലി? ബാർലി അല്ല, ചാർലി. ഇവിടെ നിങ്ങൾ ഏറെ വൈകിപ്പോയി. അച്ഛൻ കാലയവനികക്കുള്ളിൽ മറിഞ്ഞിട്ട് നീണ്ട 5 രംഗങ്ങൾ കഴിഞ്ഞു. രംഗോ? ഒരു കലാകാരനെ സംബന്ധിച്ച് ഓരോ വർഷവും ഓരോ രംഗങ്ങളാണല്ലോ. ഓ അങ്ങനെ. അതൊക്കെ പോട്ടെ, എന്റെ അനിയത്തി പ്രാവ് എവിടെ? പ്രാവൊക്കെ നേരത്തെ പറന്നു പോയി. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ വന്നിട്ട് പോയാ മതി പ്രത്യേകം പറഞ്ഞതാ. സ്ത്രീപീഡന കാലമാണ്, വിശ്വസിക്കാൻ കൊള്ളൂല. ആംപ്ലിഫയറിന്റെ കണ്ടൻസർ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത്. വയറും നിളകിയാ മതി, ജീവിതം മൊത്തം അടിച്ചു പോകും. ബാർലി, വയറിളകിയ വല്ല ഡോക്ടറെയും കാണിച്ച പോരെ? ആ വയറിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ വയറിന്റെ കാര്യമാ ബാർലി. ബാർലി അല്ല, ചാർലി. രണ്ടായാലും സ്വിച്ച് ബോർഡ് ഒന്നല്ലേ? എന്നാലും പേര് രണ്ടാണല്ലോ. അതിരിക്കട്ടെ, ആ മറ്റേ മരം കൊണ്ട് എന്തേ? അകത്തുണ്ട്, വിളിക്കാം. വേണ്ട. എന്തേ? അവനോട് ലെയിൻ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന് പറ. ഇല്ലെങ്കിൽ ന്യൂട്രൽ ബേസ് തിരിഞ്ഞു പോകും. ന്യൂട്രൽ ബേസ് തിരിഞ്ഞു പോയാൽ അവന്റെ ആംപ്ലിഫയർ അടിച്ചു പോകും. ഞാനൊരു 11 kV ആണെന്ന കാര്യം മറക്കണ്ടെന്ന് പറഞ്ഞേ. അവിടെ നില്ല്, ഇത് നേരിട്ട് തന്നെ പറ, വിളിക്കാം. വേണ്ട, പറഞ്ഞാ മതി. പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. ചാപ്ലിൻ ചേട്ടാ, ചേട്ടന്റെ കാര്യം കട്ടപ്പുക. കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല നമ്മൾ രണ്ടും സൈസു കൊണ്ടൊട്ടും ശരിയാവില്ല. പെണ്ണെ, ആവശ്യമില്ലാതെ ജനറേറ്ററിന്റെ അകത്ത് ഡീസൽ ഒഴിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വഴി അതല്ലേ? ഇവിടെ ആരാ ഇങ്ങനെ ഒരു വഴി പറഞ്ഞത്? കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാലിങ്ങനെ എണ്ണി വാടും. എന്താ പറഞ്ഞു മനസ്സിലായില്ല? അല്ല, ഞാൻ ഭീമേട്ടന്റെ ശരീരത്തിന് വണ്ണം ഇല്ലല്ലോ എന്ന് പറഞ്ഞതായിരുന്നു. എണ്ണത്തിലും വണ്ണത്തിലും ഒന്നല്ല മനുഷ്യന്റെ സത്ത ഇരിക്കുന്നത്. ഞാൻ ഭീമേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. വന്നതിന്റെ കാര്യം ഞാൻ ചന്ദ്രലേഖയെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഓ, അതാണോ ചന്ദ്രലേഖ? എന്താ പറഞ്ഞത്? ചന്ദ്രലേഖയെ കൂട്ടിക്കൊണ്ടുപോകാനോ? മാഡം പറഞ്ഞിട്ടാണ് ഡാൻസ് ഓടിപ്പിക്കാൻ. ഞാൻ റെഡി ആയിട്ടാ, നമുക്ക് പോവാം. ചന്ദ്രലേഖ
അന്യപുരുഷന്റെ നിഴൽ. അതിന് ഞാൻ നിങ്ങൾക്ക് അന്യപുരുഷനാണോ? ആണോ ചന്ദ്രലേഖ? ഇല്ലേട്ടാ ഞാൻ നിങ്ങളുടെ അകത്ത് കുട്ടികളല്ലേ പറഞ്ഞത്? ഏതായാലും കുട്ടികളൊക്കെ ഇതുവരെ വന്നില്ലേ? നീ ഡാൻസ് പഠിപ്പിച്ചു ഞാൻ കുറ്റി ഇട്ടോളാം. നിങ്ങളുടെ അകത്ത് പോയാ പറഞ്ഞത്. അപ്പൊ ചന്ദ്രലേഖ ഞങ്ങൾ എത്തിക്കൊള്ളാം. അങ്ങോട്ട് വരാൻ വണ്ടിയും കിട്ടിയൊന്നും ഇല്ല. എടാ, ഏത് സ്വന്തമായിട്ട് കപ്പൽ വരെ ഉണ്ടാകുന്ന ഫാമിലി ആണോ? കപ്പൽ കയറിയ ശരീരമാണെന്ന് കണ്ടാ പറയല്ല. അതൊക്കെ ഒരു ഹോബിക്ക് വേണ്ടി അച്ഛൻ വിറ്റ് തള്ളി. എന്നിട്ടായിരിക്കും മൈക്ക് ഉണക്ക ബാലയായിട്ട് ഇവിടെ കൂടിയത്. മൈക്ക് മുളക്ക ബാലെ മാത്രമല്ല മറ്റു പലതുണ്ട്. കാണോ? വേണ്ട, കണ്ടാലിന്റെ കൺട്രോൾ വിടും. എനിക്ക് നിയന്ത്രിക്കാനാവില്ല. ചന്ദ്രലേഖ വരൂ, പോകാം. ചന്ദ്രലേക്ക് പോകുന്നത്. ചന്ദ്ര ആ